ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചീരുവിനെയും വിനയനെയും ഒരുമിച്ച് കാണുന്ന ദയക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് ദയ പറയുന്നുണ്ട്, നിങ്ങളെ രണ്ടുപേരെയും ഇതുപോലെ അച്ഛൻ കാണുമ്പോൾ അച്ഛന് ഒരുപാട് സന്തോഷമാവും. എനിക്ക് അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാണ് ടെൻഷൻ ആവുന്നത്. നമ്മൾ മക്കളെ കൊണ്ട് അച്ഛന് ഒരു സ്വസ്ഥതയും സമാധാനവുമില്ല. ഒരാളുടെ ജീവിതം ശരിയാവുമ്പോൾ മറ്റൊരാളുടെ ജീവിതം എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ ഈ ചീരു ചേച്ചി എന്ന് പറയണ. അപ്പോൾ ദയോട് വിനയനും ചേരുവും പറയുകയാണ്, നീ ഒന്ന് വിഷമിക്കാതിരിക്കെ, എല്ലാം ശരിയാവും. ഇന്നല്ലെങ്കിൽ നാളെ അച്ഛൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. 5 മരുമക്കളും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് അച്ഛൻ കാണും എന്നൊക്കെ വിനയൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ വിനയൻ നല്ല കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ചീരു തന്നെ അതിശയിച്ച് വിനയനെ നോക്കുകയാണ്. ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ല മാറ്റമാണല്ലോ വിനയേട്ടൻ്റേത് എന്നൊക്കെയാണ് കേട്ടോ ചീരു ആ സമയം ചിന്തിക്കുന്നത്. അങ്ങനെ അനുപമയുടെ കാര്യം കൂടി ദയ പറയുകയാണ്. ഇന്ദ്രേട്ടനും അനുപമയും തമ്മിൽ ഇപ്പോഴും പ്രശ്നമാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചീരു പറയാണ്, അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതല്ലേ, നീ ഇപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട. നിതിൻ എന്തായാലും മൊഴി മാറ്റി പറയാൻ തയ്യാറായിട്ടുണ്ട്. അവന് കേസിൽ നിന്ന് പിന്മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ വീട്ടിലേക്ക് തന്നെ വരാം. നീ സന്തോഷമായിട്ട് സമാധാനത്തോടു കൂടി ഇരിക്കുക എന്ന് പറയണ. അപ്പോൾ നിതിൻ്റെ പൈസ 20 ലക്ഷം രൂപ അവന് തന്നെ കൊടുത്തേക്ക്. അവനെ ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണേണ്ട അവസ്ഥ എനിക്ക് വരരുത് എന്നൊക്കെ ദയ പറയാണ്. അപ്പോൾ വിനയം പറയുന്നുണ്ട്, ഇനി ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. അവൻ ഇപ്പോൾ മൊഴി മാറ്റി പറയാമെന്നും നമ്മൾക്ക് അനുകൂലമായി പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവന് കൊടുക്കാനുള്ള പൈസ കൊടുത്ത് അവൻ ഇവിടെ നിന്നും എവിടേക്കെങ്കിലും പോയിക്കോളാം എന്നും പറഞ്ഞിട്ടുണ്ട്. നീ ഇപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ചീരുവും വിനയനും കൂടി പിന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ വിനയൻ പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, അല്ല ഞാനൊരു കാര്യം പറയട്ടെ, അനുപമയുടെയും ഇന്ദ്രൻ്റെയും പ്രശ്നങ്ങൾ മാറാൻ ഒരു വഴിയുണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കാൻ കേട്ടോ ചീരു. എൻ്റെ കയ്യിൽ അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ അന്ന് പുറത്തുണ്ടായിരുന്നു എന്ന് അറിയാവുന്നതല്ലേ. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചു കൊടുത്താൽ പരിഹരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ചീരു പറയണേ, എന്നിട്ട് എന്താ ഇതുവരെയും വിനയേട്ടൻ അത് പറയാതിരുന്നത് എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ അനുപമയെ അന്ന് തന്നെ ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞതാണ്. പക്ഷേ അനുപമ പറഞ്ഞത്, ഇപ്പോൾ ആരെയും ഈ വീഡിയോ ഒന്നും കാണിക്കേണ്ട, എനിക്ക് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ദ്രൻ അനുവിനെ മനസ്സിലാക്കുമെന്നായിരുന്നു അനുപമയുടെ വിശ്വാസം. അനുവിനോട് ഞാൻ ആ വീഡിയോയുടെ കാര്യം പറഞ്ഞ സമയത്ത് അനു പറഞ്ഞത്, ഇത് മനഃപൂർവ്വം ഞാനും അനുപമയും കൂടി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി വീഡിയോ എടുത്തതാണെന്നാണ് അവരൊക്കെ വിശ്വസിക്കുകയുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ആരെയും ഈ വീഡിയോ കാണിക്കണ്ട എന്നാണ് അനു എന്നോട് പറഞ്ഞത് എന്ന് പറയട്ടോ. അപ്പോൾ ചീരു പറയണ, അത് ശരിയാണ്, സുശീലാൻ്റിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവർ അങ്ങനെ പറയും. ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തെളിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പ്രശ്നമാണെന്ന് പറയും. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ആരോടും ഈ വീഡിയോ കാണിക്കേണ്ട. പിന്നെ വീഡിയോ സൂക്ഷിക്കുന്ന ആളാണെന്നുള്ള പേരുദോഷം കൂടി ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ തൽക്കാലം ആരെയും കാണിക്കേണ്ട എന്ന് പറയട്ടോ. അപ്പോൾ വിനയൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എങ്കിലും ഞാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ, അത് വേണ്ട, ഏതായാലും വീഡിയോ എടുത്തതല്ലേ, അത് സൂക്ഷിച്ചു വെച്ചേക്ക് എന്ന് പറഞ്ഞ് വിനയനും ചീരുവും പോവുകയാണ്. പിന്നീട് സച്ച് സാറ് മാഷിനെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ മാഷ് നല്ല മയക്കത്തിലായിരിക്കും. ആ സമയത്താണ് സച്ച് സാറിൻ്റെ കോള് വരുന്നത്. എന്നിട്ട് സച്ച് സാറ് പറയുകയാണ്, തൽക്കാലം മഞ്ചാടിയുടെയും ഗോകുലിൻ്റെയും കാര്യം ഇനിയിപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കാം എന്ന് പറയുമ്പോൾ മാഷെല്ലാം അറിഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ സച്ച് സാറിനോട് സംസാരിക്കുന്നത്. അപ്പോൾ സച്ച് സാറിനും മനസ്സിലാവുന്നുണ്ട് മാഷ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയേണ്ടി വന്നില്ല എന്നുള്ള ഒരു സമാധാനം സച്ച് സാറിനും ഉണ്ട്. തൽക്കാലം ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ബന്ധത്തെക്കുറിച്ച് നമുക്ക് നിർത്തിവെക്കാം, ആ കുട്ടി പഠിച്ചോട്ടെ എന്ന് സച്ച് സാർ പറയാണ്. അപ്പോൾ മാഷ് പറയണേ, ഞാൻ ഇക്കാര്യം എങ്ങനെ സച്ചിനോട് പറയും എന്ന് ചിന്തിച്ച് ഇരിക്കുകയായിരുന്നു. എന്തായാലും സച്ച് തന്നെ ഇക്കാര്യം എന്നോട് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ മനസ്സിനെ ഇപ്പോൾ എല്ലാ തരത്തിലും ഞാൻ പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒന്നിലും ഒരു ടെൻഷനുമില്ല എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ സച്ച് പറയുന്നുണ്ട്, അത് കേട്ടപ്പോൾ എനിക്ക് മാഷെ ഒരു സമാധാനമുണ്ട്. പിന്നെ ഈശ്വരൻ തീരുമാനിക്കേണ്ടേ അതെല്ലാം, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ സച്ചിയോട് മാഷ് പറയണ, അല്ല, ഈശ്വരനൊക്കെ തീരുമാനിച്ചത് തന്നെയാണ്, അതാണ് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചത്. പക്ഷേ കുട്ടികൾ അതിലൊന്നും താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരുടെ ഇഷ്ടങ്ങളല്ലേ പ്രധാനമുള്ളത്. എന്തായാലും ഞാൻ സച്ചിയുടെ വീട്ടിലേക്ക് വരണ്ട്, എന്നിട്ട് എല്ലാവരെയും കണ്ട് ഞാൻ ക്ഷമ ചോദിക്കണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ എന്താ മാഷ ഈ പറയുന്നത്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല എന്ന് പറയാണ്. അങ്ങനെ ഫോൺ വെച്ച ശേഷം സച്ചി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മാഷാണെങ്കിൽ ഈ സമയം ആലോചിക്കുന്നുണ്ട്, സ്വയം മനസ്സിൽ പറയുന്നുണ്ട്, അങ്ങനെ ഒരാളുടെ പ്രശ്നത്തിന് പരിഹാരമായി ഇനി എനിക്കൊന്ന് ഉറങ്ങണം എന്നും പറഞ്ഞ് മാഷ് ഉറങ്ങാൻ കിടക്കുകയാണ്. അങ്ങനെ സച്ചി ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അവിടേക്ക് സാവിത്രി വരുന്നത്. എന്നിട്ട് ഇന്ദുവും കൂടി വരികയാണ് കേട്ടോ. എന്നിട്ട് എല്ലാ ഗോകുലേട്ടൻ ഇതുവരെ
എത്തിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ഗോകുൽ അവിടേക്ക് വരുന്നത്. അപ്പോൾ ഗോകുൽ കുടിച്ചിട്ടാണ് വരുന്നത് എന്ന് സച്ചിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. എന്നിട്ട് സച്ചിയോട് ഗോകുൽ പറയുകയാണ്, നമ്മൾ ചില കാര്യങ്ങളൊക്കെ അച്ഛ എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതാണ്. നമുക്ക് അനുകൂലമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനൊരു തീരുമാനമെടുക്കുന്നത് നല്ലതാണ് അച്ഛ എന്ന് പറയട്ടോ. അപ്പോൾ ഇന്ദു പറയാണ്, ആ മഞ്ചാടിയുടെ കാര്യമായിരിക്കും ഏട്ടൻ പറയുന്നത്. ഗോകുൽ അതിനൊന്നും മറുപടി പറയുന്നില്ല. ഇന്ദുവിനെ ഉദ്ദേശിച്ചിട്ടാണ് ഗോകുൽ അങ്ങനെ പറയുന്നത് എന്ന് തൽക്കാലം ഇപ്പോൾ ആരെയും അറിയിക്കേണ്ട, രാഹുലിൻ്റെ കാര്യം തൽക്കാലം ഇപ്പോൾ ആരോടും പറയണ്ട എന്നാണ് ഗോകുൽ ആ സമയം മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ജീവൻ രാജിൻ്റെ കാര്യം കൂടി ഗോകുലിനോട് പറയുമ്പോൾ നാളെ തന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് ചെല്ലാം എന്നുള്ളത് പോലീസിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ ജീവൻ രാജ് കേസ് കൊടുക്കുകയാണെങ്കിൽ എനിക്കെതിരെ കേസ് ഉണ്ടാവും എന്ന് സച്ചി പറയാണ്. പക്ഷേ ജീവൻ ഗോകുലിനെതിരെ കേസും കാര്യങ്ങളൊന്നും കൊടുക്കില്ല. അങ്ങനെ മഞ്ചാടിയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് കേട്ടോ ജീവൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ജീവൻ നല്ലവനായി അഭിനയിച്ച് മഞ്ചാടിയുടെ ജീവിതം തകർക്കാൻ തന്നെയാണ് ജീവന്റെ മനസ്സിലുള്ള ഉദ്ദേശം. അങ്ങനെ മഞ്ചാടിയുടെ അഹങ്കാരത്തിന് നല്ലൊരു തിരിച്ചടി തന്നെ ഇനി കിട്ടാൻ കിടക്കുന്നുണ്ട്. പിന്നീട് അനുപമയോട് രഘുവും അമ്പിളിയും കൂടി കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. ദയയെ പോയി കണ്ട കാര്യങ്ങളും നിതിനുമായിട്ടുള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കുകയും ദയയ്ക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാനും കഴിയുമെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ രഘു പറയാണ്, മഞ്ചാടിയെ പ്രശ്നങ്ങളും കൂടി പറയട്ടോ. അനു അത് കേൾക്കുമ്പോൾ എന്താ ഈ മഞ്ചാടി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, അച്ഛന് എന്തുമാത്രം അധികം വിഷമമായിട്ടുണ്ടാവും. രഘുവും അമ്പിളിയും കൂടി പറയണ, അച്ഛൻ്റെ മനസ്സ് ഇപ്പോൾ ശരിക്കും ഒരു സ്ട്രോങ് ആയിട്ടുണ്ട്, അച്ഛന് എല്ലാം തരണം ചെയ്യാനുള്ള ഒരു മനസ്സ് കിട്ടിയിട്ടുണ്ട്, മക്കളെല്ലാവരും സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയായിട്ടുണ്ട് എന്നൊക്കെ അച്ഛന് തന്നെ ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ മഞ്ചാടിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നാണ് അറിയേണ്ടത് എന്ന് പറയട്ടോ. അപ്പോൾ രഘു പറയണ, ഞാൻ അക്കാര്യം ചീരുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ചീരു ചോദിച്ചറിഞ്ഞോളും എന്ന് പറയണ. അങ്ങനെ ചീരുവും മഞ്ചാടിയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ചീരു ജീവൻ രാജിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ മഞ്ചാടി അങ്ങ് തുറന്ന് പറയുകയാണ് കേട്ടോ, എൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹമുണ്ടെങ്കിൽ, എനിക്കൊരു പങ്കാളിയുണ്ടെങ്കിൽ അത് ജീവൻ രാജ് തന്നെയായിരിക്കും എന്ന് തീർത്ത് പറയുമ്പോൾ ചീരു ആകെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. നീ എന്താ മോളെ ഈ പറയുന്നത്, നീ എന്തറിഞ്ഞിട്ടാണ്, നിൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കിയതാണ്, ഇത് ഞങ്ങൾ ആരും അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ മഞ്ചാടി അഹങ്കാരത്തോടു കൂടി പറയുകയാണ്, അത് ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, എനിക്ക് അച്ഛനോട് മറുപടി, അച്ഛൻ എന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനോട് എന്താണ് പറയേണ്ടത് എന്നുള്ള മറുപടിയൊക്കെ ഞാൻ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ചീരു തന്നെ ആകെ ഞെട്ടിപ്പോവുകയാണ്. ഇവൾക്ക് ഇത്രയ്ക്ക് ധൈര്യമോ എന്നുള്ള ഭാവത്തിലിട്ടോ. അങ്ങനെ ചീരു പറയണേ, തൽക്കാലം നീ ഇപ്പോൾ വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, നീ പഠിക്കേണ്ട സമയമാണ്, നന്നായിട്ട് പഠിക്കാൻ നോക്ക് എന്ന് പറയണേ. അങ്ങനെ മഞ്ചാടി ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ തീരുമാനിച്ച ശേഷം മഞ്ചാടി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ചീരു ആണെങ്കിലോ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. ജീവനുമായിട്ടുള്ള ജീവിതം തന്നെയാണ് ഇവൾ ആഗ്രഹിക്കുന്നത്, ഇവൾ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ചീരു പേടിയോട് കൂടി മനസ്സിൽ ചിന്തിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മാഷ് സുശീലയെ കാണാൻ വേണ്ടി ഇന്ദ്രന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാഷ് സുശീലയുമായി സംസാരിക്കുകയാണ്. സുശീലയാണെങ്കിലോ മാഷിനെ കാണുന്ന സമയത്ത് അഹങ്കാരത്തോടു കൂടി ഒരു കൂസലുമില്ലാതെ സംസാരിക്കുകയാണ് കേട്ടോ. കുറച്ച് മോശമായി സംസാരിക്കുകയാണ്. അതോടുകൂടി ഇതുവരെ കാണാത്ത മാഷിന്റെ മുഖമാണ് ഇനി സുശീല കാണുന്നത്. അങ്ങനെ സുശീലയോട് ദേഷ്യപ്പെട്ട് അനന്തമാഷ് സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഇതുവരെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു കൂട്ടിയ ഓരോ പ്രവൃത്തിയും ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടന്നത് ജീവിതമല്ലേ, കുട്ടികൾ തമ്മിൽ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ്, അല്ലാതെ ഈ അനന്തമാഷിന് കഴിവുകെട്ടവനായിട്ടല്ല. അപ്പോൾ സുശീല അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. മാഷിന്റെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭാവവ്യത്യാസവും പ്രതികരണവും കാണുന്ന സമയത്ത് സുശീല ഒന്നങ്ങ് പതർച്ചയോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ സുശീലയും മാഷും കൂടി സംസാരിക്കുന്നത് സോന അപ്പുറത്ത് നിന്നും കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാഷിന്റെ ആ ഭാവവ്യത്യാസം കാണുന്ന സമയത്ത് സോന തന്നെ അതിശയിച്ച് നിൽക്കുകയാണ്. എന്തോ നല്ല ഒരു വാക്ക് തന്നെയാണല്ലോ അമ്മയോട് ഇതുവരെ പ്രതികരിക്കാത്ത പോലെയാണല്ലോ മാഷ് പെരുമാറുന്നത് എന്നുള്ള ചിന്തയാണ് കേട്ടോ സോനയുടെ മനസ്സിൽ അപ്പോഴുള്ളത്. എന്നിട്ട് സുശീലയോട് മാഷ് പറയുകയാണ്, ഇതുവരെ അനന്തം മാഷ് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടന്നത് ജീവിതമല്ലേ, ഇതൊക്കെ അവനവൻ തന്നെ ആ ജീവിതത്തിലൂടെ അനുഭവിച്ചെടുക്കേണ്ട പാഠമല്ലേ എന്ന് കരുതിയിട്ടാണ്. നിങ്ങളുടെ മകന്റെ ജീവിതത്തിൽ എൻ്റെ മകൾ വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട, ഇതോടുകൂടി നിർത്തിയേക്ക്, ഇന്നത്തോടു കൂടി ഇത് അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ മകന് എൻ്റെ മകളെ ഏൽപ്പിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഞാൻ ഏൽപ്പിച്ചത് അതുപോലെ തന്നെ എൻ്റെ മോളെ എനിക്ക് തിരിച്ചു തന്നിരിക്കണം. എനിക്ക് എൻ്റെ മോളെ തിരിച്ചേൽപ്പിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ എൻ്റെ മോളെ തന്നത് അതുപോലെ
തന്നെ എനിക്ക് തിരിച്ചു തന്നിരിക്കണം. അന്തസ്സുള്ള അമ്മായിമ്മയാണെങ്കിൽ അതെല്ലാം തിരിച്ച് ഏൽപ്പിച്ചിട്ട് വേണം എന്നെ തിരികെ ഏൽപ്പിക്കാൻ എന്ന് മാഷ് നല്ല ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ സുശീലയോട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ സുശീല ആകെ അന്തം വിട്ട് പേടിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് മാഷ് പറയുകയാണ്, അന്തസ്സുള്ള അമ്മായിമ്മയാണെങ്കിൽ അതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് വേണം മരുമകളെ ഇറക്കി വിടാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ 5 പെൺമക്കളും കൂടി നാളെ ഈ വീട്ടിൽ വന്ന് താമസം തുടങ്ങും എന്നും പറഞ്ഞ് സുശീലയെ വെല്ലുവിളിച്ചോണ്ടാണ് കേട്ടോ അനന്തം മാഷ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ മാഷിൻ്റെ ആ പ്രതികരണവും ഇതുവരെ കാണാത്ത മുഖവ്യത്യാസവും കാണുമ്പോൾ സുശീല തന്നെ ആകെ അന്തം വിട്ടു പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സോനയും ആകെ തരിച്ചു നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ സുശീലയ്ക്ക് ഒരു മുട്ടം പണി തന്നെയാണ് അനന്തം മാഷ് കരുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ സുശീലയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ മാഷ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. സുശീലയുടെ ഈ കൈവിട്ട കളിയിൽ സുശീല ഇനി തോറ്റ് തുന്നം പാടാൻ പോവുകയാണ്. അങ്ങനെ മാഷിന്റെ ഒരു കിടിലം പ്രകടനമുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്.